കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ ദൈവമക്കളാകും നമുക്ക് ഒരുമിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഒരു വലിയ ഉണർവ് ദൈവാത്മാവ് ഒരുക്കും. അതിനു മുമ്പ് ദൈവാത്മാവ് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഒരു സൈന്യമായി ആത്മാവിൽ ഒരു ശരീരമായി പണിയും എന്ന ദൈവത്തിൻ്റെ സന്ദേശം ദൈവം ദർശനമായി കാണിച്ചു തന്ന കാഴ്ചയുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാനുഷികമായിട്ട് മറ്റൊരു ഘടകങ്ങളും ഇതിൻ്റെ പുറകിലില്ല. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ വീണ്ടും പ്രാർത്ഥിപ്പാനായിട്ട് സമയത്ത് വേർതിരിക്കാം. കഴിഞ്ഞ 2-3 സെക്ഷനായിട്ട് നമ്മൾ കണ്ടത്, നമ്മൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവനൊരു ന്യൂ ക്രിയേഷനാണ്. അവന് ഈ ഓൾഡ് ക്രിയേഷനിൽ പെട്ടവനല്ല. ഇതായിരുന്നു നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഗ്ലോറിക്കകത്താണ്. ആവാസമേഖല ഗ്ലോറിയായിരുന്നു. ഗ്ലോറിയെ വിട്ടിട്ട് ഒരു ആവാസമേഖലയിൽ മനുഷ്യൻ ജീവിക്കുന്നത് മനുഷ്യ ജീവിതത്തിന് ഭയങ്കര കഠിനതയുള്ളതാണ്. മനുഷ്യജീവിതം ഭയങ്കര തകർന്നു പോകുന്നതാണ്, കഠിനതയുള്ളതാണ്. അപ്പം ഈ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനോട് ഉടമ്പടി ചെയ്തു, കവനന്റ് ചെയ്തു. ഭൂമിയിൽ നിങ്ങൾ ബൈബിൾ പഠിച്ചാൽ പ്രധാനമായ 6 കവനന്റുകൾ ദൈവം മനുഷ്യനോട് ചെയ്തത് കാണാം. ആദാമ്യ കവനന്റ്, നോഹയിക കവനന്റ്, അബ്രഹാമിക കവനന്റ്, ദാവീദിക കവനന്റ്, അതിനിടയിൽ മോശയിക കവനന്റ്, ഒടുവിൽ പുതിയ കവനന്റ്, ന്യൂ കവനന്റ് കാണാം. കവനന്റിൻ്റെ ബേസ് നിങ്ങളുടെ അകത്ത് കയറാതെ, കവനന്റ് ടീച്ചിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യത വരാതെ ബൈബിൾ അതിൻ്റെ ഫുൾ സ്ട്രക്ചറിൽ നിങ്ങളുടെ അകത്ത് കയറില്ല. അത് യാതൊരു മാറ്റമില്ലാത്ത കാര്യമാണ്. കവനന്റിലേക്ക് നിങ്ങൾ വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ന്യൂ കവനന്റിൻ്റെ വെളിപ്പാട് യേശു ക്രിസ്തു കാൽവറിയിൽ ചെയ്തത് പുതിയ ഉടമ്പടിയാണ് എന്ന ബോധ്യം നമുക്ക് വരുമ്പോഴാണ് കവനന്റിൻ്റെ ബ്ലെസ്സിങ്ങുകൾ നിങ്ങളുടെ മേൽ ഓപ്പണാക്കാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞ പദം ഞാനൊന്നുകൂടെ പറയുന്നു. കവനന്റിൻ്റെ ബ്ലെസ്സിങ്ങുകളുണ്ട്. കവനന്റിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടും. ഞാൻ 3-4 കൂട്ടം കാര്യം പറയാം. കവനന്റിൻ്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ കവനന്റിൻ്റെ അകത്തുള്ള ഫേവർ വെളിപ്പെടും. കവനന്റിൻ്റെ അകത്ത് ഫ്രൂട്ട്ഫുൾ ഉണ്ട്. കവനന്റിൻ്റെ വെളിപ്പാട് വന്ന് നിങ്ങൾ ആ കവനന്റിൻ്റെ അകത്താണെന്ന് ബോധ്യം വരാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അകത്ത് കവനന്റിൻ്റെ ഫലങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. കവനന്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റും. നിങ്ങളുടെ ബിസിനസ്, ജോലി, പഠനം, ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ മാറ്റും. കവനന്റ് വെളിപ്പാട് വന്നാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും. കവനന്റിന് വെളിപ്പാട് വന്നാൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ തലം, നിങ്ങളുടെ ദാരിദ്ര്യം മാറി നിങ്ങൾ പ്രോസ്പെരിറ്റിയായി മാറും. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. കവനന്റിന്റെ വെളിപ്പാട് വന്നാൽ നിങ്ങളുടെ ജനറേഷണൽ കേസുകൾ നിങ്ങളിൽ നിന്ന് പൊട്ടിമാറാൻ തുടങ്ങും. കവനന്റിന്റെ വെളിപ്പാട് വന്നാൽ നിങ്ങൾ മെറ്റീരിയൽ തലത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങൾക്ക് പിശാചിന്റെ മേൽ നിങ്ങൾക്ക് വാഴാനുള്ള അതോറിറ്റി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ ഫാമിലിയുടെ മേലുള്ള ഡെസ്റ്റിനിയെ നിങ്ങൾക്ക് തിരിക്കാം. അത് നിങ്ങളുടെ കവനന്റിന്റെ വെളിപ്പാട് വരുന്നവരുടെ മേൽ ദൈവാത്മാ തുറക്കുന്ന ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണത്. നിങ്ങൾ വ്യക്തികളുടെ ഡെസ്റ്റിനികൾ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നവരായി മാറും. കവനന്റിന്റെ വെളിപ്പാട് നിങ്ങൾ വന്നാൽ കവനന്റിന്റെ ബ്ലെസ്സിങ്ങിലേക്ക് നിങ്ങൾ ആക്സസ് ആയി മാറും. ഇതൊക്കെ കവനന്റിൽ കൂടെ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ദൈവിക അനുഗ്രഹങ്ങളാണ്. ഞാനത് മനസ്സിലാകാനായിട്ട് നിങ്ങൾക്ക് ഒരു വാക്യം, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് മനസ്സിലാകാനായിട്ട്, ദൈവഹൃദയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തന പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. കവനന്റിൻ്റെ ടീച്ചിങ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിനകത്ത് കിടക്കുന്നുണ്ട്. അത് കാണുന്നത് നല്ലതാണ്. ന്യൂ കവനന്റിനെ കുറിച്ച്, ന്യൂ കവനന്റ് മിനിസ്ട്രി എന്നുള്ള ക്ലാസ്സുകൾ കിടക്കുന്നത് എപ്പോഴും ഞാൻ എന്നും ആ തലങ്ങൾ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ മൊത്തം എടുക്കുന്നത്. സങ്കീർത്തന പുസ്തകം 35-27 ലിനിസിസ്റ്റർക്ക് അവിടെ ഇടാൻ പറ്റുന്നുണ്ട്. ലിനിസിസ്റ്റർ സങ്കീർത്തനം 35-27. നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തന്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ ഒരു മിനിറ്റ് മോളെ. എന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ.
തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ എപ്പോഴും പറയട്ടെ. ആ വാക്യം കണ്ടോ നിങ്ങൾ? അതിൻ്റെ ഇംഗ്ലീഷ് കണ്ടോ? ഹു ഹാസ് പ്ലഷർ ഇൻ ദ പ്രോസ്പിരിറ്റി ഓഫ് ഹിസ് സെർവൻറ്റ്. കണ്ടോ? ദൈവത്തിൻ്റെ ദാസന്റെ, യഹോവയുടെ ദാസൻ, ലെറ്റ് ദ ലോർഡ് ബി മാഗ്നിഫൈഡ്, ഹു ഹാസ് പ്ലഷർ ഇൻ ദ പ്രോസ്പിരിറ്റി ഓഫ് ഹിസ് സെർവൻറ്റ്. അവൻ്റെ ദാസന്റെ പ്രോസ്പിരിറ്റിയിൽ പ്രസാദിക്കുന്ന ദൈവം, ആനന്ദിക്കുന്ന ദൈവം. അപ്പം നിങ്ങൾ നമ്മുടെ ഇടയിൽ ഞാനൊക്കെ ജനിച്ചു വളർന്ന കാലഘട്ടത്തിലുണ്ടായ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ പ്രോസ്പിരിറ്റി എന്ന് കേൾക്കുമ്പോഴേ പ്രശ്നമായിരുന്നു. പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ അത് ദ്രവ്യാഗ്രഹമാണ്, ഒന്നുമില്ലാത്തതാണ് ക്രിസ്തീയ ജീവിതം. എങ്ങനെ ദരിദ്രരായി ജീവിക്കാമോ അങ്ങനെ ദരിദ്രരായി ജീവിക്കണം, ജോലിക്ക് പോകരുത്, എപ്പോഴും പ്രാർത്ഥന, പിന്നെ ഇവിടെ ഈ ഭൂമിയിൽ ഒന്നും വേണ്ട, ഇവിടെ ഒന്നുമില്ല, നമുക്ക് സ്വർഗത്തിൽ പോകണം. അതിന് പറ്റിയ കുറച്ച് പുതിയ നിയമത്തിനകത്ത് കുറച്ച് വാക്യങ്ങൾ നമ്മളെ നിരന്തരമായിട്ട് കേൾക്കുന്നുണ്ട്. ദരിദ്ര നാരായണന്മാരായിട്ട് ജീവിക്കണം. നിങ്ങളൊന്നും അങ്ങനെയല്ല, നിങ്ങളെല്ലാം നല്ല ജോലിക്ക് പല സ്ഥലത്ത് പല രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കപ്പം നിങ്ങൾ അങ്ങനെ ദരിദ്രരായി ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങൾ കേരളത്തിൽ നിന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ പോകേണ്ട കാര്യം എൻ്റെ ഉഗാണ്ടയിലേക്കായിരുന്നു പോകേണ്ടത്. ഞാൻ പറഞ്ഞു ഇവരെല്ലാം കൂടെ ഉഗാണ്ടയ്ക്ക് കയറ്റി വിടണം, കാരണം അവിടെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ദരിദ്രന്മാരുള്ളത്. ഞാൻ പറഞ്ഞ സാരാംശത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ, നമ്മുടെ ദൈവം നിങ്ങൾ ദരിദ്രരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. നിങ്ങൾ ഈ നിങ്ങളായിരിക്കുന്ന ഈ സ്റ്റേജിലല്ല അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ അപ്പം പിന്നെ വേറെ കുഴപ്പമുണ്ട്. ഈ സമ്പന്നത പഠിപ്പിക്കുന്ന ആൾക്കാർ വെറും സമ്പത്ത് മാത്രം പഠിപ്പിക്കും. ഇതൊന്നുമല്ല വിഷയം, സമ്പത്തല്ല വിഷയം. ഒന്നുമില്ലെങ്കിലും നമുക്ക് ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന്, എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ദൈവകൃപ പോകാതെ ജീവിക്കാൻ പറ്റുമെന്ന്. സമ്പത്തിലും ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ഉയർച്ചയിലും താഴ്ചയിലും ഉയർച്ചയിലും ഒക്കെ നമുക്ക് ദൈവത്തെ വിട്ടു പോകാതെ ജീവിക്കാൻ പറ്റും. അപ്പൊ എന്താണ് നമ്മുടെ വിഷയം? നമ്മുടെ വിഷയം, നമ്മൾ ന്യൂ ക്രിയേറ്റഡ് ആണ്. ഈ വാക്യം നിങ്ങളുടെ അകത്ത് ശക്തിയോടെ നിൽക്കണം. കണ്ടു, ഞാൻ പുതിയ നിയമം പഠിക്കാൻ തുടങ്ങിയത് ദൈവാത്മാവിനോട് സംസാരിച്ച, ഞാൻ ഒരിക്കൽ ഒരു 40 days ഫാസ്റ്റിംഗിൽ ഇരിക്കുകയാണ്. അപ്പോൾ കർത്താവ് എൻ്റെ ഒരു സ്വപ്നം കാണിക്കുന്നു. ലക്ഷങ്ങൾ യേശു ക്രിസ്തുവിനെ കാണാൻ പോകുന്നു. കർത്താവിനെ കാണിച്ച സ്വപ്നമാണ്. ഞാൻ ദൈവാത്മാവിനെ ഇങ്ങനെ പറപ്പിച്ച് തൃശ്ശൂർ ടൗണിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. കർത്താവിനെ കാണിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പട്ടണത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ മുകളിലൂടെ ദൈവം എന്നെ പറപ്പിക്കുന്നു. അപ്പൊ എനിക്ക് നാണക്കേട് തോന്നി. ഞാൻ അയ്യേ, എന്റെ എല്ലാവരും എന്നെ നോക്കുന്നു. കർത്താവ് നീ താഴരുത്, സാക്ഷാൽ ക്രിസ്തുവിനെ ഈ പട്ടണം മൊത്തം കാണും, സാക്ഷാൽ ക്രിസ്തുവിനെ ഈ പട്ടണം മൊത്തം കാണും. അവിടെ നിന്നാണ് ഈ വാക്യം എൻ്റെ അകത്ത് ദൈവാത്മ തരുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നിങ്ങൾ ന്യൂ ക്രിയേറ്റഡ് ആണ് എന്ന റെവലേഷൻ നിങ്ങളുടെ അകത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മഹത്വത്തിന്റെ തലത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. മഹത്വം നിങ്ങളുടെ അകത്തില്ലേ? ഉണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് വന്നത് മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവാണ്. പക്ഷേ ആ റിലം ഓപ്പൺ ആകണമെങ്കിൽ, ആ റിലം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അകത്ത് നിങ്ങൾ ആരാണെന്നുള്ള വെളിപ്പാട് ആഴമായിട്ട് തുറന്നേ പറ്റുകയുള്ളൂ, ആഴമായിട്ട് തുറന്നേ പറ്റുകയുള്ളൂ. നിങ്ങൾ എല്ലാവരും ന്യൂ ക്രിയേറ്റഡ് ആണ്, ന്യൂ ക്രിയേറ്റഡ് ആണ്, ന്യൂ ക്രിയേറ്റഡ് ആണ്. നിങ്ങൾ ഈ സൃഷ്ടികളിൽ പെട്ടവരല്ല, നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്, നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. നിങ്ങളുടെ അകത്ത് നിങ്ങളെ ന്യൂ ക്രിയേറ്റഡ് ആക്കാൻ കർത്താവ് ചെയ്ത കാര്യം, കർത്താവ് ചെയ്തത് ഒന്ന്, യേശു കാൽവറിയിൽ നീതിയായി മാറി. യേശു കാൽവറിയിൽ പാപമായി മാറി. എന്തിനു വേണ്ടി? നിങ്ങളെ നീതിയാക്കേണ്ടതിന്. ഇതെല്ലാം ബേസാണ് കേട്ടോ. ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ കണ്ടമാനം കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നിങ്ങൾ ഒരു വാക്ക് പോലും കേൾക്കാത്ത പറയാനുണ്ട്. പക്ഷെ നിങ്ങൾ ന്യൂ ക്രിയേറ്റഡ് ആകണമെങ്കിൽ, നിങ്ങൾ ന്യൂ ക്രിയേഷനിൽ ജീവിക്കണമെങ്കിൽ ഇതിന്റെ ബേസ് താക്കോൽ എന്ന് പറയുന്നത് ഈ വാക്യങ്ങളൊക്കെയാണ്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി, അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ നിങ്ങൾ ന്യൂ ക്രിയേറ്റഡ് ആയത് യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ പാപമാക്കിയിട്ടാണ്. ഒന്ന്. രണ്ട്, നിങ്ങൾ യേശുവിനെ പാപമാക്കിയതിനാൽ നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ നീതിയാണ്. നിങ്ങൾ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശുവിനെ കാൽവറിയിൽ പാപമാക്കി മാറ്റി. എന്നിട്ട് നിങ്ങൾക്ക് അവന്റെ ജീവൻ തന്നിരിക്കുകയാണ്. അവന്റെ ജീവൻ, നിത്യജീവൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. മോളെ ഈ വാക്യം കൂടെ വായിച്ചു. റോമാലേഖനം 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിങ്ങൾ വായിക്കും, ഇതിന്റെ ഒരു ഇംഗ്ലീഷ് നിങ്ങൾ കണ്ടോ? eternal life, for the wages of sin is death, but the gift of the God is eternal life through Jesus Christ our Lord. കണ്ടോ? eternal life.
എന്നാൽ നിങ്ങൾ 22 വാക്യം വായിച്ചു നോക്കിയേ. 22 വാക്യം മലയാളത്തിൽ വായിക്കണ്ട, ഇംഗ്ലീഷ് വായിച്ചു. ഇംഗ്ലീഷ് വായിക്കും. But now being free from sin and became servants to God, you have your fruit unto holiness and the end everlasting life. കണ്ടോ, ഇവിടെ 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നിങ്ങൾക്ക് എവർലാസ്റ്റിംഗ് ലൈഫ് എന്ന് കാണാം. 6:23 എറ്റേണൽ ലൈഫ് എന്ന് കാണാം. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എറ്റേണൽ ലൈഫിന്റെ പ്രത്യേകത, ഇതിന് ആരംഭവുമില്ല അവസാനവുമില്ല. ഇത് ക്രിസ്തുവിന്റെ ജീവനാണ്. ആ ജീവൻ പ്രാപിച്ച നമ്മൾ, ആ ജീവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ അകത്ത് വന്നേക്കുകയാണ്. ആ ജീവനാൽ നാം നമ്മളുടെ ജഡ സ്വഭാവത്തെ ജയിക്കുന്നു. നമ്മുടെ അകത്ത് തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് നാം ക്രിസ്തുവിനെ പോലെയാകുന്നു. അതിന്റെ അന്തമാണ് അതിന്റെ അന്തം എന്താണ്? അതിന്റെ അന്തം വിശുദ്ധീകരണവും അതിന്റെ ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം എവർലാസ്റ്റിംഗ് ലൈഫാണ്. എന്താ എവർലാസ്റ്റിംഗ് ലൈഫ്? ഒരു വ്യക്തി എറ്റേണൽ ലൈഫ് പ്രാപിക്കുമ്പോൾ, എറ്റേണൽ ലൈഫ് ക്രിസ്തുവിന്റെ ജീവനാണ്. ആ ജീവൻ നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വിശുദ്ധീകരണത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അവസാനമില്ലാത്ത അവന്റെ ജീവനാണ്. അവന്റെ ജീവൻ ആരംഭമില്ല, അവസാനമില്ല. പക്ഷെ നിങ്ങളിൽ അവൻ ആരംഭമുണ്ട്. നിങ്ങളിൽ ആരംഭമുള്ള എന്നാൽ അവസാനമില്ലാത്ത ലൈഫിനെ പറയുന്ന പേരാണ് എവർലാസ്റ്റിംഗ് ലൈഫ്. ഈ ലൈഫിനെ നിങ്ങൾക്ക് സൗജന്യമായി നിങ്ങൾ വിശ്വസിച്ച വിശ്വാസത്തിൽ കിട്ടിയിരിക്കുകയാണ്. ഈ ലൈഫ് നിങ്ങളിൽ ആക്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങൾ സകലവിനെയും ജയിക്കാൻ തുടങ്ങും. നിങ്ങൾ ഈ ലൈഫിൽ വാഴാൻ തുടങ്ങും. ഇതാണ് ന്യൂ ക്രിയേഷൻ. എന്താ ന്യൂ ക്രിയേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞു, സകലവിനെയും വാഴും. രോഗത്തിന്റെ മേൽ വാഴും, പാപത്തിന്റെ മേൽ വാഴും, ശാപത്തിന്റെ മേൽ വാഴും, തകർച്ചയുടെ മേൽ വാഴും, അപമാനങ്ങളുടെ മേൽ വാഴും, സകല നിങ്ങളുടെ ഭവനത്തിലെ മെറ്റീരിയൽ റിലത്തിന്റെ മേൽ വാഴും, ജനറേഷണൽ കേസുകളുടെ മേൽ വാഴും, ആ പൈശാചിക സാമ്രാജ്യത്തിന്റെ മേൽ വാഴും, നിങ്ങളുടെ തലമുറകളുടെ ഡെസ്റ്റിനിയുടെ മേൽ. നിങ്ങളുടെ തലമുറ, ഇതൊക്കെ നിങ്ങൾ ശരിക്കും പഠിച്ചാണ്ടല്ലോ. നിങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യാകുലത മൊത്തം മാറിപ്പോകും. കാരണം നിങ്ങൾ തലമുറകളുടെ ഭാവിയെ നിങ്ങൾ ആത്മാവിനാൽ വാഴാൻ തുടങ്ങും. അങ്ങനെ വാഴുന്ന ഒരു തലമാണ് ലൈഫിലൂടെ വെളിപ്പെട്ടു വരുന്നത്. അവരെ പറയുന്ന പേരാണ്, ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് ന്യൂ ക്രിയേഷൻ. നിങ്ങളെല്ലാവരും ന്യൂ ക്രിയേഷനാണ്. ഞാൻ കുറച്ചധികം പറഞ്ഞു. ഇപ്പം രാവിലെയാണ്, ഇത് പഠനമല്ല പ്രാർത്ഥനയാണ്. എന്താ നമുക്ക് മനസ്സിലായത്? നമ്മളെല്ലാം ന്യൂ ക്രിയേഷനാണെങ്കിൽ നമ്മൾ ഗ്ലോറി റിലത്തിലാണ് ജീവിക്കേണ്ടത്, മഹത്വത്തിന്റെ തലത്തിലാണ് ജീവിക്കേണ്ടത്. മഹത്വത്തിനൊരു 7 സ്റ്റേജുകളുണ്ട്. ഞാൻ ഈ സെക്ഷനുകളിൽ എനിക്ക് ദൈവം ഒരു ആരോഗ്യം തന്നാൽ, ഒരു ബലം തന്നാൽ, ഈ സെക്ഷനുകളിൽ ഏതെങ്കിലും ഒരു പകൽ സെക്ഷൻ ഞാൻ 7 സ്റ്റേജ് ഒന്ന് തൊടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മേലെല്ലാം ഈ റിലങ്ങൾ വെളിപ്പെട്ടു വരും. നിങ്ങളുടെ മേലെല്ലാം ഈ സ്റ്റേജുകൾ വെളിപ്പെട്ടു വരും. ഇന്നലെ എനിക്ക് ഒരു മെസ്സേജ് വന്നിരുന്നു, പാസ്റ്റർ, ഞങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത്, ചർച്ചിനകത്തല്ല, ഞങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് സഹിക്കാൻ പറ്റാത്ത നിലയിൽ, ഇരിക്കാൻ പറ്റാത്ത നിലയിൽ മഹത്വത്തിന്റെ സ്പർശനം അനുഭവിക്കുകയായിരുന്നു. അത് കേട്ടോ, ഡിവൈൻ ട്രൂത്തുകൾ നിങ്ങൾ കേട്ട് നിങ്ങൾ ആരാധിച്ചാൽ. ഞാൻ ഇന്നലെ ഇവിടുന്ന് തളർന്നിട്ടാണ് പോകുന്നത്. എനിക്ക് ശരീരത്തിനകത്ത് ഒരു ബലമില്ല. പക്ഷെ അവിടെ ചെന്ന് വാചനം അങ്ങ് തുറക്കാൻ തുടങ്ങിയപ്പോൾ തളർന്ന് ഞാൻ അങ്ങ് അറിയാതെ ആനന്ദത്തിലാകാൻ തുടങ്ങി. അതാണ് ന്യൂ ക്രിയേഷന്റെ പ്രത്യേകത. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പ്രത്യേകത അതാണ്. നിങ്ങൾ വേർഡിൽ ആനന്ദിക്കുന്നവരായി മാറും. നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റൈല് ചേഞ്ച് ആകാൻ തുടങ്ങും. നിങ്ങളുടെ അകത്ത് ഭയങ്കരമായ ആത്മഭാരം വരും, ഭയങ്കരമായ ദൈവസ്നേഹത്തിന്റെ നിറവുണ്ടാകും. ഇതെല്ലാം ഒരുമിച്ച് നിങ്ങൾ ചലിക്കുന്നതാണ് ന്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ജീവിക്കുന്ന ജീവിതം, നമുക്കത് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ പറയാം. നമുക്കപ്പോൾ അങ്ങനെ കർത്താവേ, ഈ മേഖലയിൽ ജീവിതം ഉണ്ടെങ്കിൽ എനിക്കത് ആഴത്തിലേക്ക് പോകണം. നമുക്ക് അവനോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ഒന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മൈക്രോക്കിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ്, ഈ ന്യൂ ക്രിയേഷൻ എന്താണ്? കണ്ടമാന പഠനമല്ലല്ലോ, ഇത് കൃത്യതയോടെ എൻ്റെ അകത്ത് തെളിഞ്ഞു വരണ്ടേ. ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ്, ഇത് അങ്ങനെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ തുറക്കാൻ തുടങ്ങും. സിസ്റ്റർ പറ്റുമെങ്കിൽ വാക്യം ഇട്ടോ, ആ വാക്യം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ യഹോവയാം ദൈവം തന്റെ തലമുറകളുടെ, തന്റെ ദാസന്മാരുടെ പ്രോസ്പിരിറ്റിയിൽ പ്രസാദിക്കുന്നവനാണ്. സങ്കീർത്തനത്തിലെ വാക്യം ഇടാമെങ്കിൽ വായിക്കിട്ടോ.
ഷാദൽ ഖനാദിനാഥന വൈഡ പ്രൗഢമനകടകഥന യഹോവയാം ദൈവം തന്റെ ഭക്തന്മാരുടെ സംഗീതം 35:27 ഷാദൽ ഖനാദിനാഥന അന്തരിദിനികടകഥന അന്തൽ കടകഥന എന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. കണ്ടോ, ദൈവത്തിന്റെ നീതിയിൽ ഘോഷിച്ചാനന്ദിക്കുക. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിൽ നീതിയായി മാറിയത്, പാപമായി മാറിയത് ഞങ്ങളെ നീതിയാക്കാനാണല്ലോ. അങ്ങനെ റൈച്ചസ്നസ് ഞങ്ങളുടെ മേൽ കർത്താവ് ആഴമായി തുറക്കുകയാണല്ലോ. ഷാമന രവന്തൽ പ്രൗഷമന അന്തൽ കടകതിന് വേദ പ്രൗഷമന അതിരികടകതിന ഗതിരി വിരികടകതിന കർത്താവ് ഞങ്ങൾ അങ്ങയുടെ നീതിയിൽ പ്രസാദിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ നീതിയിൽ ആനന്ദിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ നീതിയിൽ സന്തോഷിക്കുന്നു. ആ സന്തോഷിക്കുന്നവന്റെ മേൽ അങ്ങ് പ്രോസ്പിരിറ്റി തുറക്കുമെന്ന് പറഞ്ഞല്ലോ. ഇന്ന് രാവിലെ പ്രോസ്പിരിറ്റി അത് കുടുംബത്തിന്റെ മേൽ സകല മേഖലകളുടെ മേലെ പ്രോസ്പിരിറ്റി തുറകട്ടെ. സകല മേഖലകളുടെ മേലെ പ്രോസ്പിരിറ്റി തുറകട്ടെ. സകല മേഖലകളുടെ മേലെ പ്രോസ്പിരിറ്റി തുറകട്ടെ. കടകഥന ഇവരുടെ ഡിവൈൻ ഡെസ്റ്റിനികൾ ഓപ്പണായി വരട്ടെ. ഇവരുടെ ഡിവൈൻ ഡെസ്റ്റിനികൾ ഓപ്പണായി വരട്ടെ. ഇവരുടെ ഡിവൈൻ ഡെസ്റ്റിനികൾ ഓപ്പണായി വരട്ടെ. ശാമന ദിരാധന അന്തൽ കടകഥന വേദ പ്രൗഷമന പരിശുദ്ധാത്മാവേ ഇന്ന് രാവിലെ അത് തുറക്കണമേ. ഇന്ന് രാവിലെ അത് തുറക്കണമേ. ഇന്ന് രാവിലെ അത് തുറക്കണമേ. ഷാബൽ കനാദിനാദന പ്രൗഢവന ഘടകദന അന്തൽ ഘടകദന വേദ പ്രൗഷസ് കനാദിനാദന പ്രൗഢവന ഘടകദന അത്തുരാദനാദന പ്രൗഢവന ഘടകദനീര കക്ഷസ് കനാദിനാദന ഹതുരുവിനി ഘടകദന ഈ കാലഘട്ടത്തില് ഏറ്റവും അധികം മാതാപിതാക്കൾ, ആത്മീകന്മാരായ മാതാപിതാക്കൾ വിഷമിക്കുന്ന ഒരു കാര്യമാണ് തലമുറയുടെ കാര്യം. ഇവരെ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കഴിഞ്ഞാൽ പിന്നെ എന്നും മാതാപിതാക്കളുടെ അകത്ത് വിഷമമാണ്. ഇവരെ വളർത്താനുള്ള വിഷമം, ശൈശവ കാലഘട്ടത്തിൽ ഇവരുടെ വളർച്ച, പിന്നെ ഇവരെ പഠിപ്പിക്കാൻ വിട്ടാൽ അതിൻ്റെ പ്രശ്നം. ഇനി പുറത്ത് രാജ്യങ്ങളിലാണെങ്കിൽ ചെറിയ പിള്ളേരെ ഒറ്റയ്ക്ക് വീട്ടിലാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇവർ വളരാൻ തുടങ്ങിയ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വീട്ടിൽ വന്നാൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരുത്തൻ UKG പഠിക്കുന്ന ഒരുത്തൻ, അവൻ്റെ ചേട്ടൻ പറയാ, പാസ്റ്റർ എങ്കിൽ ഇവന് ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ട് പാസ്റ്റർ. എൻ്റെ അടുത്ത് മൂത്തം പറയാ, എന്താ പറയുക, UKG പഠിക്കുന്ന ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. ചോദിച്ചേട്ടാ ഗേൾ ഫ്രണ്ടോ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പറഞ്ഞു. അവൻ പറഞ്ഞ പാസ്റ്റർ ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ അറിയാടാ? എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവൾക്ക് കിസ് കൊടുത്തിട്ടാണ് വരിക. അപ്പം ഞാൻ ചോദിച്ചു ഇടാ എന്നോടെ ഇത്ര ചെറുപ്പത്തിലായോ എന്ന് ചോദിച്ചപ്പോൾ അതല്ല പാസ്റ്റർ, ഇത് സെക്കൻഡാണ്, ആദ്യത്തെ ബ്രേക്കപ്പ് ആയി പോയി. അപ്പോൾ ആദ്യത്തെ ബ്രേക്കപ്പോ അതപ്പം അത് LKG. അപ്പം കണ്ടോ ഇത് കേൾക്ക് നിങ്ങൾ. അപ്പം ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നു? നമ്മൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന കാലഘട്ടം അപ്പോഴാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ ഈ തലമുറകളെ കുറിച്ച് ഭയങ്കര വേദനയാണ്. അവരുടെ പഠന കാലഘട്ടം വരുന്നു, അവരുടെ പഠനത്തെക്കുറിച്ചുള്ള വേവലാതി, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള വേവലാതി. ഞാൻ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. പക്ഷേ നമ്മുടെ തലമുറകളുടെ ഭാവി, പ്രാർത്ഥിക്കുന്ന ദൈവരാജ്യം സംബന്ധിച്ച് വളരുന്ന മാതാപിതാക്കളുടെ തലമുറയുടെ ഭാവി
സെക്യൂറാണ് എന്നൊരു ഫെയ്ത്ത് നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടോ? സാധാരണ ആൾക്കാർ പറയുന്നുണ്ട് മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മാതാപിതാക്കൾക്കും ഇഷ്ടമാണ്. എല്ലാ മാതാപിതാക്കളും ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ സഹോദരിമാരെ പിടിച്ചു നിർത്താനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അവരെല്ലാം വിഷമത്തിലാണ്. ഞാൻ തെറ്റല്ല പറഞ്ഞത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അമ്മമാരെന്ത് ചെയ്യും? കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ വരും. ഞാൻ തിരിച്ചു പറയട്ടെ നിങ്ങളോട്, നിങ്ങൾ വളരുന്നവരാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ തലമുറയുടെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ മക്കളുടെ കാര്യം ഗ്യാരണ്ടിയാണ്. ഹലോ, അങ്ങനെ ബൈബിൾ വാക്യമൊക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാതെ ബൈബിളിൽ വാക്കില്ല. ബൈബിളിൽ ഏത് വിഷയത്തിനാണ് പരിഹാരമില്ലാത്തത്? ബൈബിളിൽ പരിഹാരമില്ലാത്തൊരു വിഷയമില്ല കേട്ടോ. നിങ്ങളുടെ മക്കളെ ടെൻഷൻ അടിച്ച് എന്നും മക്കളെ വിളിച്ചോണ്ടിരിക്കുക. മോളെ എന്തായി, മോനെ എന്തായടാ, അവിടെ ഉണ്ടോടാ, ഇവിടെ ഉണ്ടോടാ, തൊട്ടോടെ വിളിച്ചോടെ. പിള്ളേർ പോയി ജോഗനെ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്കൂളിലെ മാഷ് പറഞ്ഞു, എല്ലാ ദിവസവും വീട്ടിലെ കാര്യങ്ങളെല്ലാം വീട്ടിൽ പോയി പറയണം. അപ്പോൾ എനിക്ക് നേരില്ലെന്ന് പറഞ്ഞാൽ അവൾ എൻ്റെ കാര്യം കേൾക്കപ്പോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. എനിക്ക് നിന്റെ കാര്യം മൊത്തം കേൾക്കാൻ തരില്ല, നീ അമ്മോട് പറയാൻ പറഞ്ഞ. അപ്പോൾ അവർ പറയുന്നത് റിലേഷൻഷിപ്പുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നെല്ലാം പറയാൻ. പക്ഷേ ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറഞ്ഞു, ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് നിന്റെ സന്തതി. സിസ്റ്റർ വായിക്കുന്നുണ്ട് 112 സങ്കീർത്തനത്തിന്റെ 1, 2, 3 വാക്യം. നിങ്ങൾക്ക് ഈ വാക്യങ്ങളെല്ലാം വിശ്വസിക്കണം കേട്ടോ. 112 സങ്കീർത്തനം 1 വാക്യത്തെ 112:1. ലിനി സിസ്റ്റർ 112:1 നീನು വായിക്കാമോ? 112:1. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. അപ്പൊ നിങ്ങൾ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം എന്താണ്? യഹോവയെ ഭയപ്പെടണം. അവന്റെ കൽപ്പനകൾ ഇത് പഴയ നിമിത്തി പറഞ്ഞു. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് ഞാൻ വന്നാൽ ഞാൻ പറയും, നിങ്ങൾ ഡിവൈൻ ട്രൂത്തുകൾ വിശ്വസിക്കണം. നിങ്ങളെ തലത്തിൽ വളരുന്നവരാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകണം. വായിച്ചു മോളെ, രണ്ടാമത്തെ വാക്യം വായിച്ചു. രണ്ടാമത്തെ വാക്യം ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. രണ്ടാമത്തെ വാക്യം പറയാണ് ലിനി സിസ്റ്റർ 1:2 സങ്കീർത്തനം 112:2. ഓക്കെ, വായിച്ചു മോളെ, വാക്യം വായിച്ചേ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. കേക്ക് അവന്റെ സന്തതി. അപ്പൊ നിങ്ങളുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുവോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ആരും മിണ്ടുന്നില്ല. കർത്താവേ, 75 പേരിരുന്ന് ഉറങ്ങുകയാണോ? നീയെങ്കിലും മിണ്ട്. അവന്റെ സന്തതി. എന്നാ പിന്നെ ഉഷസിസ്റ്റ് കാണിച്ച പോലെ കയ്യെങ്കിലും കാണിക്കുക. ഇതിനകത്ത് അങ്ങനെ കൈ കൊട്ടുന്ന പോലെ കാണിച്ചു. നിങ്ങളുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുവോ? അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടോ? നാട്ടുകാരുടെ സന്തതി എങ്ങനെയാണ്? വീട്ടുകാരുടെ സന്തതി എങ്ങനെയാണ്? കൂട്ടുകാരുടെ സന്തതി എങ്ങനെയാണ്? പത്രത്തിൽ വരുന്ന വാർത്ത എങ്ങനെയാണ്? നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അപ്പൊ ന്യൂക്ലിയേഷന്റെ തലമുറ അങ്ങനെ തന്നെ. കമന്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കമന്റ് ചെയ്തു കേട്ടോ. അത് ആമേൻ പറഞ്ഞ് കമന്റ് ചെയ്തു കേട്ടോ. ഇത് ആമേൻ പറഞ്ഞ് കമന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അകത്തുണ്ടാകേണ്ട വെളിപ്പാട്, എന്റെ വളർച്ചയാണ് എന്റെ തലമുറയുടെ ബലം, എന്റെ വളർച്ചയാണ് എന്റെ തലമുറയുടെ അനുഗ്രഹം. ഷാദൽ ഖനാദിനാദന അന്തൽ കടകദന. മൂന്നാമത്തെ വാക്യം കൂടെ വായിച്ചു. മൂന്നാമത്തെ വാക്യം കൂടെ. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. അപ്പം തിരുവചനത്തിനകത്തുള്ള റൂട്ടിനകത്തു കൂടെ നീ വളരാൻ തുടങ്ങിയാൽ, നീ അതിന്റെ ഹയർ ഇലങ്ങളിലേക്ക് എത്തിയാൽ, നീ ന്യൂ ക്രിയേഷൻ ആയാൽ, നീ ഹെവനിൽ ജീവിക്കാൻ തുടങ്ങിയാൽ, നീ ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കാൻ തുടങ്ങിയാൽ, നീ വാടാൻ തുടങ്ങിയാൽ, നിന്റെ വാഴ്ച നിന്റെ കുടുംബത്തിൽ തലമുറകളുടെ മേൽ അനുഗ്രഹമായി വെളിപ്പെടാൻ പറ്റും. 112:2 തന്നെ ഒന്നുകൊണ്ടിട്ടോ. 112:2 തന്നെ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നമ്മുടെ സന്തതി കുറയുമെന്നല്ല, നമ്മുടെ സന്തതി തകരുമെന്നല്ല, അതിന്റെ മേൽ ബാരിയറുകൾ ഉണ്ടാകുമെന്നല്ല. അവൻ തളരും, അവൻ തകരും, അവൻ പാപിയാകും, അവൻ റോങ് റിലേഷൻഷിപ്പിന്റെ പുറകെ പോകും. ഇതൊന്നുമല്ല. നിങ്ങൾ ഇതൊന്നും ഓർത്ത് വ്യാകുലപ്പെടരുത്. നിങ്ങളുടെ അകത്ത് ധൈര്യം വരണം. കാണുന്നതിലേക്കല്ല നോക്കേണ്ടത്, ദൈവത്തിന്റെ വാക്തത്വങ്ങളിലേക്ക് നോക്കുക. അവന്റെ സന്തതി ബലപ്പെട്ടിരിക്കും. നേരിടുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഈ വചനം ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ ഒന്ന് അന്യഭാഷ പ്രാർത്ഥിച്ച് നിങ്ങളുടെ തലമുറകളുടെ മേൽ ഈ ബ്ലെസ്സിങ്ങിന്റെ ഡോറുകൾ ദൈവാത്മാവ് ഇന്ന് രാവിലെ തുറകട്ടെ. റംദൽക്ക് നിലനിൽക്കുന്ന ഡോറുകൾ ദൈവാത്മാവ്, ബ്ലെസ്സിങ്ങിന്റെ ഡോറുകളായി ദൈവാത്മാവ് തലമുറകളുടെ മേൽ തുറകട്ടെ. ശബൽ കിടക്കുന്ന നമ്മുടെ വളർച്ച അടുത്ത ഒരു തലമുറയെ വളർത്താനുള്ളവരാണ് നമ്മൾ. ഇത് നമ്മുടെ മക്കളുടെ കാര്യം മാത്രമല്ല, നമ്മുടെ തലമുറയുടെ ജനറേഷനുള്ള
നിന്റെ കുടുംബങ്ങളിലെ തലമുറ, നിന്റെ സഭയിലെ തലമുറ, നിന്റെ പട്ടണത്തിലെ തലമുറ, ഈ തലമുറയെ നടത്താൻ ദൈവാത്മാവ് നമ്മുടെ മേൽ അധികാരം തന്നിട്ടുണ്ട്. റെവലേഷനുകൾ ചേഞ്ച് ആകട്ടെ, കവനന്റിന്റെ റെവലേഷനകത്ത് വരട്ടെ. ശാപനാതിരാധന അന്തൽ ഘടകത്തിന് വിരിഘടകതന റഗന്തി പ്രൗഷമന ഘടകതനം. ശകത്തുരാധന പ്രൗഢവന ഘടകതന ധീരപ്രൗഷവന ഘടകതന ധീരപ്രൗഢവന ഘടകതന ശകത്തുരാധന പ്രൗഢവന ഘടകതന ധീരപ്രൗഷവന ഘടകതന ശബല ജഗത്തിരി പ്രൗഢവന ജഗത്സ്കനാദിരാധന ഇത് നിങ്ങളെല്ലാവരും ആ തലത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റിൽ കിടക്കുന്നത് എന്താ അറിയാമോ? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞുകൊള്ളുവിൻ. കർത്താവ് പറഞ്ഞ വാക്കാണ് നമ്മുടെ തലമുറ നമ്മുടെ അകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മക്കളെ ഓർത്ത് കരയാനാണ് നമുക്കിഷ്ടം. നമുക്ക് നമ്മുടെ വളർച്ചയാണ് അവരുടെ വളർച്ച എന്നുള്ള, അവരുടെ പ്രൊട്ടക്ഷൻ എന്നുള്ള ഉറപ്പ് വരുന്നില്ല. കർത്താവ് ഈ പോകുന്ന വഴിക്ക് യെരൂശലേമിലായ സഹോദരിമാരുടെ മക്കളെ ചൊല്ലി കരയാൻ പറയാൻ കാരണം അറിയോ? അവര് പറഞ്ഞിരിക്കുക, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന്. ശാപം വിളിച്ചു വെച്ചേക്കുക. യേശുക്രിസ്തുവിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. എന്താണ് പറയുന്നതെന്ന് അറിയാതെ ശാപം വലിച്ചു കയറ്റി വെച്ചേക്കുക. അതിന്റെ ശാപം ഉണ്ടാകാൻ പോവാ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയാൻ, അല്ലാണ്ട് നമ്മളോടല്ല പറഞ്ഞത്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കരച്ചിലിന്റെ സിസ്റ്റം നമ്മുടെ അകത്തുണ്ടായി. ഞാൻ പറയും, ന്യൂ ടെസ്റ്റ്മെന്റ് ബിലീവർ ഒരു കാര്യം ദൈവത്തിൽ നിന്ന് സാധിക്കാൻ കരയരുത്. അവൻ കരയേണ്ടത് ദൈവസ്നേഹം വരുമ്പോൾ കരയണം. 2, ആത്മഭാരം വരുമ്പോൾ കരയണം. കേൾക്കുന്നുണ്ടോ? ദൈവം എന്നെ നടത്തിയതും ദൈവം എന്നെ കരുതിയതും ദൈവം എന്നെ നിനക്ക് വേണ്ടി തുറന്നതും ക്രിസ്തുവിന്റെ കാൽവിൽ നടന്ന ഘടകങ്ങളും ദൈവം നിന്നെ അവനോടുകൂടി ഉയർപ്പിച്ചതും നിന്നെ സ്വർഗത്തിൽ ഉയർത്തിയതുമായ മഹനീയമായ ഘടകങ്ങൾ കൺമുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞാൽ ഞാൻ അവനെ നോക്കി പറയും, അവൻ ആത്മീയനാണ്, അവൻ ക്രിസ്തുവിൽ വളരുന്നവനാണ്. അങ്ങനെ ക്രിസ്തുവിൽ വളരുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ വളരുന്ന നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് തുറക്കുന്നതാണ് അന്യഭാഷ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയും, നിങ്ങൾ അന്യഭാഷ പറ. നിങ്ങൾ ഇങ്ങനെ 2 വാക്ക് നിങ്ങൾ പേടിച്ച് പറയരുത്. നിങ്ങൾ ശക്തിയോട് അന്യഭാഷ പറയാൻ തുടങ്ങിയാൽ നിങ്ങളിൽ ദ റിലം ഓഫ് സ്പിരിച്വൽ റിലം ആക്ടിവേറ്റ് ആകും. നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ബോഡിയുമായി കണക്റ്റഡ് ആണ്. സ്പിരിച്വൽ റിലം ആക്ടിവേറ്റ് ആകുകയാണ്. അത് ഇച്ചിരി നേരം നിങ്ങൾ ആത്മാവിൽ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ റിലങ്ങൾ ചേഞ്ച് ആകാൻ തുടങ്ങും. പുതിയ ഭാഷകൾ വരാൻ തുടങ്ങിയാൽ അല്പം കഴിയുമ്പോൾ നിങ്ങൾ ദൂതന്മാരുടെ ഭാഷ സംസാരിക്കാൻ തുടങ്ങും. ഏഞ്ചലിക് ഭാഷ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഏഞ്ചലിക് ഭാഷ ഒന്ന് ആ വാക്യം കൂടെ ഞാനൊന്ന് കാണിച്ചു വരാം. മത്തായിയുടെ സുവിശേഷം അങ്ങനെ ഒരു വാക്യമുണ്ട്, ദൂതന്മാരെ കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്. ഒന്നാം വാക്യം ഒന്ന് കണ്ടേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. 18-ന്റെ 10 എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഡയറക്റ്റ് ഇട്ടത്. മോളെ വായിച്ചേ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അടുത്തത് അതിന്റെ 11-ാമത്തെ വാക്യം കൊണ്ട് 11-ാമത്തെ വാക്യം കൊണ്ട് വാക്യം 11. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ തലമുറയ്ക്ക് ഒന്നിൽ കൂടുതൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിപ്പാതിരിപ്പാൻ സൂക്ഷിക്കുക. അല്ല, നിങ്ങൾക്കുണ്ടോ ആദ്യം? അതാണല്ലോ ആദ്യം അറിയേണ്ടത്. തലമുറയുടെ കാര്യമോട് നിൽക്കട്ടെ. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടോ?
നിങ്ങളുടെ തലമുറയ്ക്ക് ഒന്നിൽ കൂടുതൽ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഒന്നിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ തലമുറയ്ക്ക് ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സ്പിരിച്വൽ റിലത്തിൽ വളരുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ തലമുറകളുടെ മേൽ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കും. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുണ്ടോ? നിങ്ങളുടെ അന്യഭാഷയുടെ ലൈഫ് സ്റ്റൈൽ, അന്യഭാഷയുടെ സ്റ്റൈല് മാറാൻ തുടങ്ങി. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ പകൽ സെക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ന്യൂ കവനന്റിനകത്തുള്ള മഹത്വം ഉപയോഗിക്കാൻ ദൈവം തന്നിരിക്കുന്ന കറൻസിയാണ് ഫെയ്ത്ത്. അത് ഉപയോഗിക്കുന്ന ഭാഷയാണ്, അത് ഉപയോഗിക്കുന്ന ഈ കിങ്ഡം ഓഫ് ഗോഡിനകത്തുള്ള ഭാഷയാണ് അന്യഭാഷ. അന്യഭാഷ നിങ്ങൾ ആഴത്തിൽ സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങളിൽ നിന്ന് പലവിധ ഭാഷകൾ വരും, നിങ്ങളിൽ നിന്ന് ദൂതന്മാരുടെ ഭാഷകൾ വരും. ആ ഭാഷകൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, ഡിവൈൻ ഏഞ്ചലുകൾ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ആക്ടിവേറ്റ് ആകും. നിങ്ങൾക്ക് ദൂതന്മാരോട് ഡയറക്റ്റ് ആത്മാവിൽ സംസാരിക്കാം. ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാകാത്ത ഒരു ആത്മലോകം പുറത്തുണ്ട്. പക്ഷെ എന്ത് പറയാൻ, ഞാൻ പറയും, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൂതൻ എന്റെ മുറിക്കകത്ത് വന്നിട്ടുണ്ട്, ദൂതൻ എന്നോട് എനിക്ക് ഭക്ഷണം കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് ബൈബിളിൽ പറഞ്ഞ കഥയല്ല. നിങ്ങളുടെ തലമുറകളുടെ പ്രൊട്ടക്ഷൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ കയ്യിൽ സുരക്ഷിതമാണ്. ഇതൊക്കെ കവനന്റിന്റെ വെളിപ്പാട് വരുന്നവരുടെ ബ്ലെസ്സിങ്ങുകളാണ്. ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു, കർത്താവ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അതിലേക്കൊന്ന് എൻ്റർ ആകണം. ഇന്ന് രാവിലെ അതിനൊന്ന് ദൈവാത്മാവ് റിലീസ് ചെയ്യാൻ പ്രാർത്ഥിച്ചു. റിലീസ് ആക്കും, ദൈവാത്മാവിനെ റിലീസ് ചെയ്യാൻ പ്രാർത്ഥിച്ചു. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ പുതിയ വാക്കുകൾ വരുന്നെങ്കിൽ ധൈര്യത്തോടെ പറയുക, ഇന്ന് രാവിലെ നിന്റെ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷൻ, നിന്റെ കുടുംബത്തിന്റെ ഭാവി, നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം റിലീസ് ആക്കുന്ന, റിലീസ് ചെയ്യുന്ന ആത്മബലത്തെ ദൈവാത്മാവ് തുറക്കുകയാണ്. തെളിവില്ലാതെ ഭാഷ പറയരുത്. സ്ഫുടമായി അന്യഭാഷ കൃത്യമായി പറയുക. ഒരു കൃത്യമായ ചിത്രം നിന്റെ കുടുംബത്തിന് മേൽ ഇന്ന് രാവിലെ തുറക്കണേ. ഒരു കൃത്യമായ ചിത്രം പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിന് മേൽ ഇന്ന് തുറക്കണേ. ഷാദൽ ഖനാദിരാദന പ്രൗഢമന ഘടകദന അന്തൽ ഘടകദന വേദ പൗഷമന അന്തൽ ഘടകദന ഹദിരിവിനി ഘടകദന അന്തൽ ഘടകദന വേദ പൗഷമന ഘടകദന അന്തരാദിന പ്രൗഢമന ഘടകദന. ഭവനത്തിന്റെ സ്റ്റേജുകൾ മാറട്ടെ, ഭവനത്തിന്റെ ചിത്രങ്ങൾ മാറട്ടെ, ഭവനത്തിന്റെ അവസ്ഥകൾ മാറട്ടെ. അടകദന എല്ലാ കുടുംബങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ മേൽ ഈ ഡിവൈൻ റെവലേഷനുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ആക്കുന്നവരായി സ്തോത്രം. ഇന്ന് രാത്രി അത് തുറക്കണം, ഇന്ന് രാവിലെ അത് തുറക്കണമേ. ഇന്ന് രാവിലെ ജനത്തിന്റെ മേൽ കർത്താവ് ഡോറുകൾ ഓപ്പൺ ആക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തുറന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശബൽ ഘടകത്തിന് ഭയങ്കരമായ കർത്താവ് ആത്മനില തലമുറകൾക്ക് വേണ്ടി കർത്താവ് റിലീസ് ചെയ്യണമേ. കർത്താവ് ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ട് തളരുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ട് കർത്താവ് ഉടയുന്ന മാതാപിതാക്കളുടെ അടിയിലുണ്ട്. അവരകത്ത് ഭയങ്കരമായ ദൈവാത്മാവ് വെളിപ്പാടുകൾ തുറക്കണമേ. ഷാദൽ ഘടകത്തിന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുന്നു. അടിമത്തത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ, മാനസിക അസ്വസ്ഥയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ, അടിമത്തത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ, ആത്മതലത്തിന്റെ അനുഭവങ്ങൾ രസിക്കാൻ കഴിയാതെ കിടക്കുന്ന കുഞ്ഞുങ്ങൾ, ഇപ്പോൾ അവരുടെ മേൽ കിടക്കുന്ന ബാരിയറുകളെ പൊട്ടിക്കുന്ന ഡിവൈൻ വെളിപ്പാടുകൾ ഞങ്ങൾ അവരുടെ മേൽ തുറക്കുകയാണ്.
ഈ നമ്മളെ പ്രാർത്ഥിക്കാനിരിക്കുമ്പം നമ്മളെപ്പോഴും നമ്മൾ കാണുന്ന അവസ്ഥ വെച്ചുകൊണ്ട് അവരുടെ സാഹചര്യം കണ്ടുകൊണ്ടുണ്ടാകുന്ന വിഷമത്തിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. നമ്മൾ വിഷമത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കാറ്. ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾക്ക് ശക്തിയുണ്ടോ? ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് നിങ്ങളെക്കുറിച്ചുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു തെറ്റ്, അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളൊരു കാര്യം, മത്തായി 5-ാമത്തെ കാര്യം പറയാം. ഒരു സ്ത്രീയെ മോഹിച്ചാൽ അത് അകത്തു വരുന്ന മോഹം ന്യൂ ടെസ്റ്റ്മെന്റിൽ വന്നപ്പോൾ ഒരു പ്രവൃത്തിയായി മാറിയോ? ന്യൂ ടെസ്റ്റ്മെന്റിൽ അകത്തു വരുന്ന മോഹം ന്യൂ ടെസ്റ്റ്മെന്റിൽ പ്രവൃത്തിയാണോ? അതെ. അപ്പൊ മനസ്സിൽ ചിന്തിച്ചാൽ അത് സ്പിരിച്വൽ റിലത്തിനകത്ത് ന്യൂ ടെസ്റ്റ്മെന്റിൽ ആക്ഷൻ ആണോ? ഒരു ആക്ഷനാണ്. മനസ്സിൽ ചിന്തിക്കുന്ന ചിന്ത ന്യൂ ടെസ്റ്റ്മെന്റിൽ ആക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മുടെ അകത്തൊരു ചിത്രം ഉണ്ടാക്കാൻ പറ്റും. നോക്കാം. ഒരു ആക്ഷൻ നമ്മുടെ മനസ്സിനകത്ത് യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അപ്പൊ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും. യഹോവ ഭക്തയായ സഹോദരി ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറും. എങ്ങനെ? അവൻ ദൈവത്തിന്റെ വഴികളിൽ നടക്കും. നീതി പാതകളിൽ അവൻ നടക്കും. ഇത് സങ്കീർത്തനം 128 ഞാൻ സങ്കീർത്തനം 23 കൂടെ ചേർത്ത് റോമാലേഖനം കൂടെ ചേർത്ത് പറയുന്നത്. അവൻ നീതി പാതകളിൽ നടക്കും. അവൻ ന്യൂ ക്രിയേറ്റഡ് ആകും. അവൻ ഗ്ലോറി റിലം ഓപ്പൺ ചെയ്യും. മെച്ചം എന്താണ് ഉണ്ടാകുന്നത്? മെച്ചമുണ്ടാകുന്നത് അവന്റെ അധ്വാനം ചോരില്ല. നിന്റെ ജോലിയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. നിന്റെ ജോലി നഷ്ടപ്പെടുകയല്ല, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടാൽ അവനൊക്കെ നല്ലതൊന്ന് ദൈവം നിനക്ക് തരും. നിനക്ക് നന്മ വരും. നീ ഭാഗ്യവാനായി മാറും. ഇതൊന്നും വിശദീകരിക്കരുത് കേട്ടോ. ഇനി അടുത്ത വാക്ക്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ കേട്ടോ. ഞാൻ ഈ ഭാഗം ഒന്നും തൊടാറില്ല. പക്ഷെ എന്തോ കർത്താവ് ഇന്ന് രാവിലെ എൻ്റെ അകത്ത് ഇത് ഭയങ്കരമായിട്ട് പറയാനൊരു പ്രേരണ തന്നത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കവനന്റിന്റെ ബ്ലെസ്സിങ് പറയുകയാണ്. നിങ്ങളുടെ ഭവനത്തെക്കുറിച്ച്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. ഈ ഒലിവിൽ നിന്നാണ് ഒലിവെണ്ണ എടുക്കുന്നത്. ഒലിവെണ്ണയിൽ നിന്നാണ് ആലയത്തിൽ അഭിഷേകം നടക്കുന്നത്. ഒലിവിൽ നിന്ന് എടുക്കുന്ന എണ്ണയാൽ വേണം ആലയത്തിലെ വിളക്ക് കത്താൻ. നിന്റെ തലമുറ ആലയവുമായി കണക്റ്റഡ് ആകും. അവർ ആലയത്തിൽ അനുഗ്രഹമാകും. കേൾക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെ കുറിച്ച്, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച്, നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് നിങ്ങളുടെ അകത്ത് ദൈവാത്മാവിൽ ഈ കാണുന്ന അവസ്ഥ വിട്ടിട്ട് ഒരു ചിത്രം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, അവരിപ്പോഴായിരിക്കുന്ന അവസ്ഥ പരിതാപകരമാണ്, സത്യം. പക്ഷെ അതിനെ ഓർത്ത് വ്യാകുലപ്പെട്ട് കരയാണോ വേണ്ടത്? ഞാൻ ബ്ലെസ്സഡ് ആകയാൽ. കണ്ടോ, അവിടെ ഇങ്ങനെ ദൈവപുരുഷനായ ദൈവഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ? അവൻ ദൈവത്തിന്റെ വഴികൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ ഫേവർ അവന്റെ മേൽ വെളിപ്പെടും. അവന്റെ ഭാര്യ, അവന്റെ മക്കൾ. അപ്പൊ അവൻ നടക്കുന്ന വഴികൾ അവന്റെ ഭാര്യയെയും മക്കളെയും സ്വാധീനിക്കുമോ? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? യഹോവ ഭക്തനായ ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നതാണ് അവിടെ പറഞ്ഞേ. യഹോവ ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ തലമുറ ശരിയാകും, അവൻ കരയുമ്പോൾ ശരിയാകും എന്നല്ലല്ലോ പറഞ്ഞേ. അവൻ ദൈവത്തിന്റെ വഴികളിൽ അവൻ നടന്നപ്പോൾ അവന്റെ ബിസിനസിന്റെ മേൽ, അവന്റെ ജോലിയുടെ മേൽ, അവന്റെ വരുമാനങ്ങളുടെ മേൽ, അവന്റെ മെറ്റീരിയൽ റിലത്തിന്റെ മേൽ, അവന്റെ പ്രോപ്പർട്ടിയുടെ മേൽ അവന്റെ മേൽ പ്രോസ്പെരിറ്റി തുറക്കാൻ തുടങ്ങി. അവന്റെ മേൽ ദൈവത്തിന്റെ നന്മ വരാൻ തുടങ്ങി. അവന്റെ ഭാര്യ വീട്ടിനകത്ത്, അപ്പൊ അവൻ ദൈവത്തിന്റെ വഴി നടന്നു. അപ്പം ഭാര്യ വീട്ടിൽ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങി. ഭാര്യ മുന്തിരിവള്ളി ആനന്ദം നൽകുന്നതാണ്. അവന്റെ ഭാര്യ വീട്ടിനകത്ത് ആനന്ദമായി മാറി. അവന്റെ മക്കൾ ഒലിവ് തൈകൾ പോലെയായി മാറി. യഹോവ ഭക്തൻ
ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ലെന്നേ, അവന്റെ തലമുറകൾ സിയോനിൽ നിന്ന് അവനാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ആയുഷ്കാലം മുഴുവൻ അവൻ നന്മ കാണും. ഈ ആയുഷ്കാലം മൊത്തം നന്മ കാണും കേട്ടോ. എനിക്കിതൊക്കെ പറഞ്ഞു ഒന്ന് ബ്ലസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നീ നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും കാണും. ഇസ്രായേലിന് മേൽ റെസ്റ്റോറേഷൻ ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. ഇത്ര ഹയറാണോ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവ വഴിയിൽ നടക്കുന്നതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും പേര് രാവും പകലും ദൈവസ്ഥൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ കുടുംബത്തിന് മേൽ തുറക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളൊന്ന് ഭാവനയെ കണ്ട്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, അവർ ഭയങ്കര മെച്യൂരിറ്റിയിലേക്ക് വളരുന്നു, അവർ ഭയങ്കരമായ ഡിവൈൻ റിലങ്ങൾ തുറക്കുന്നു, അവർ വചനത്തിന്റെ വെളിപ്പാടിൽ അവർ വളരുന്നു, അവർ പറയുന്ന വാക്കിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കും. ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കുക, ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കുക. നിന്റെ ഭർത്താവ്, കൂടത്തിൽ നിൽക്കുന്ന വിശ്വാസത്തിലില്ലാത്ത ഭർത്താവ് ആത്മീക ആക്ടിവേറ്റ് ആകുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾ ആയിരങ്ങളെ പതിനായിരങ്ങളെ കർത്താവിലേക്ക് നേടുന്നവരായി മാറുന്നു. നിങ്ങളുടെ തലമുറകളുടെ മേൽ ഡിവൈൻ പ്രൊവിഷനുകൾ തുറക്കുന്നു. അവർ ശക്തന്മാരായ അപ്പോസ്തലന്മാരും ശക്തന്മാരായ പ്രവാചകന്മാരും ശക്തന്മാരായ ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ ഉപയോഗിക്കുന്നവരായി മാറും. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഒരു ഇമാജിൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പാപമാണ് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ റിലത്തിൽ അത് ചെയ്യുകയാണ്. മോഹം വന്നാൽ സ്പിരിച്വൽ റിലത്തിനകത്ത് ഒരു ആക്ടിവേഷൻ നടക്കുന്നു. പക്ഷേ ഇന്ന് രാവിലെ തിരിച്ചൊന്ന് ഇമാജിൻ ചെയ്തേ, നിങ്ങൾ ലക്ഷങ്ങളെ നേടും, നിങ്ങൾ കോടിക്കണക്കിന് ജനത്തെ നേടും, നിങ്ങൾ ഭയങ്കരമായി ബ്ലെസ്സഡ് ആയി മാറും. ഈ സാമ്പത്തിക അത്യാഗ്രഹം ഉണ്ടാകാനല്ല ഞാൻ ബ്ലെസ്സിങ്ങിന്റെ കാര്യം പറയുന്നത്. ഒന്നിനും നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ മുട്ടുവരരുത്. ഷാദൽ കടകഥന, അന്തൽ കടകഥന, എല്ലാവരും ജോലിക്ക് വേണ്ടിയല്ലേ വിദേശ രാജ്യങ്ങളിൽ കൂടുന്നത്. നോക്കൂ, ദൈവാത്മ നിങ്ങളുടെ മേൽ അങ്ങനത്തെ ഡോറുകൾ തുറക്കണം. ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ആ ഒരു ചിത്രം അകത്ത് വരച്ചുകൊണ്ട് ഞാനും എന്റെ കുടുംബം ബ്ലെസ്സഡ് ആണ്, ഞങ്ങൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൂതന്മാരുണ്ട്, ഞങ്ങളെ കരുതുവാൻ സ്വർഗമുണ്ട്, ഞങ്ങളുടെ പുറകിൽ ചലിക്കുന്ന യഹോവയുണ്ട്. കാര്യങ്ങൾ എത്ര എതിരാണെങ്കിലും, കാര്യങ്ങൾ എത്ര തകർന്നതാണെങ്കിലും, ഇന്ന് രാവിലെ എനിക്കെന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ ഭയങ്കര ലീഡിങ് തരുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചു കേട്ടോ, ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഷാബൽ കടകമന, എനിക്കറിയാം ഇത് രാവിലെയാണെന്ന്, പക്ഷേ ഏതോ ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് നടക്കുന്ന പ്രതീതി കർത്താവിന്റെ അകത്ത് തുറക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചു. കുടുംബങ്ങളുടെ ഡെസ്റ്റിനികളെ തിരിക്കുന്ന ആത്മബലം ഇപ്പോൾ റിലീസാകുവാൻ ഞാൻ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഷാദൽ കടകമന, അന്തൽ കടകമന. എനിക്കറിയാം ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ട്. ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. ജോഷുവെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. റാദൽ കടകമന. മോണിയെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. റാദൽ കടകദിനീര, അന്തൽ കടകദിനകദന. ജോസഫിനെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. തലമുറകളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. റാദൽ കടകദന. പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തലമുറകളെ ബ്ലസ് ചെയ്യാനുള്ള ഒരു ഡിവൈൻ അതോറിറ്റി ഇപ്പോൾ ഓപ്പൺ ആകട്ടെ. റാദൽ കടകദന. എന്റെ വളർച്ച, നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ തലമുറകൾക്ക്, നിങ്ങളുടെ ഭാവിക്ക്, നിങ്ങളുടെ ജോലിയുടെ മേൽ റഹാന ജഗാനിക അത്തൽ കടകദന ഒരു ഡിവൈൻ ചിത്രം വരയ്ക്ക്. ഈ ഉപവാസ പ്രാർത്ഥന ഒരു ഡിവൈൻ ചിത്രം വരയ്ക്കുന്ന പ്രാർത്ഥനയായി മാറട്ടെ. രണ്ട് കടകമുറ ദൈവത്തെ വിട്ട് പോകരുത്, ദൈവത്തെ വിട്ട് തലമുറ പോകരുത്, തലമുറ ദൈവത്തെ വിട്ട് പോകരുത്, നിങ്ങളുടെ കുടുംബം ദൈവത്തെ വിട്ട് പോകരുത്. നിങ്ങളുടെ ഭർത്താവിന്റെ മേൽ ദൈവാത്മാവ് ഒരു ഓഫീസ് തുറകട്ടെ. ഈ
ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൻ്റെ 20 വാക്യമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. യാക്കോബ് ഇസ്രായേൽ തൻ്റെ മക്കളെ അനുഗ്രഹിക്കുക. ആശേറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം നൽകുന്നു. അപ്പൻ്റെ വായിൽ നിന്ന് വന്ന വാക്കാണിത്. അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം നൽകുന്നു. കേൾക്കണം കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ 2 മണിക്ക് അങ്ങ് എഴുന്നേറ്റ്, 2 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റപ്പം ഞാനിരുന്ന് വചനം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അകത്ത് ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങിയ ഒരു വാക്യമാണ്. ഈ വാക്യം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് തന്ന വാക്യമാണ് ഇത്. യാക്കോബ് പറയുന്നത് മിസ്രൈമിൽ വെച്ച് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ റിസൾട്ട് വെളിപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? ഇസ്രായേൽ മക്കൾ യോശുവയുടെ കാലഘട്ടത്തിൽ വാഗ്ദത്തമായിട്ട് പ്രവേശിച്ചപ്പോൾ, ദേശം വിഭജിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇവർക്ക് ആശേർ ഗോത്രത്തിന് കിട്ടിയത് ഭൂപടത്തിൽ കർമ്മേൽ പർവ്വതത്തിന്റെ കീഴ്ഭാഗത്തുള്ള ഫലഭൂയിഷ്ടമായ ദേശം കിട്ടി, വിളവ് തരുന്ന ദേശം കിട്ടി. അവിടെ ഗോതമ്പ്, ഒലിവ്, എണ്ണ എന്നിവയ്ക്ക് പേര് കേട്ട സ്ഥലം, ആ പ്രദേശം ഇവർക്ക് കിട്ടി. 1. 2, ഇത് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഉള്ള ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് മാത്രമല്ല രാജകൊട്ടാരങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ തക്കവണ്ണമുള്ള മികച്ച വിശിഷ്ടമായ ദേശവും വിശിഷ്ടമായ ഫുഡും ഇവിടെ നിങ്ങൾ തുറക്കാൻ തുടങ്ങി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് അപ്പാപ്പൻ ആരാ? യാക്കോബ്. കണ്ണും കാണാൻ പറ്റുകയില്ല, മരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു പ്രാർത്ഥനയാണ്, നിന്റെ ഭക്ഷണം പുഷ്ടിയുള്ളവ, നീ രാജകീയ സ്വാദുഭോജനം നൽകും. രാജകീയ സ്വാദുഭോജനം നൽകും. കണ്ടോ, ഡിവൈൻ മെച്യൂരിറ്റിയിൽ വളരുന്ന ഒരു വ്യക്തിയുടെ വാക്കിന് കാലഘട്ടങ്ങൾക്കപ്പുറത്തേക്ക് തലമുറകളുടെ ഡെസ്റ്റിനിയെ തിരിക്കാൻ കരുത്തുണ്ടാവും. ഈ പറയുന്നൊരു വാക്കായിരിക്കാം അവർക്ക് അവകാശങ്ങൾ തുറക്കാൻ വേണ്ടി പോകുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 2.5 ഗോത്രം ഇപ്പുറത്ത് കിടക്കാതെ അപ്പുറത്ത് കിടക്കുക. എവിടെ? യോർദാൻ അപ്പുറം കിടക്കുകയാണ്. പക്ഷേ ഇവരുടെ പ്രത്യേകത, ആ രാജ്യത്തുള്ള ഏറ്റവും ഫലഭൂയിഷ്ടമായ ദേശം, ദൈവത്തിന്റെ തീയിറങ്ങിയ സ്ഥലം, യഹോവയാം ദൈവം, ജീവനുള്ള ദൈവമെന്ന ജനമൊത്തം ഒരുമിച്ച് നിന്ന് കണ്ടതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം ദൈവാത്മാവ് അവകാശമായി കൊടുത്ത ആശേർ ഗോത്രത്തിനാണ്. മെച്യൂരിറ്റിയിൽ വളരുന്നവന്റെ തലമുറ രാജ്യങ്ങളിൽ ഏറ്റവും ബ്ലെസ്സഡ് ആയതിനെ അനുഭവിക്കാൻ തുടങ്ങും. ഇതൊരു ഡിവൈൻ ട്രൂത്താണ്. ഞാൻ പകല് ദൈവം അനുവദിച്ചാൽ ഞാൻ അതൊന്ന് വിശദീകരിച്ച് പറയാം. ഒരൊറ്റ മിനിറ്റ്. ഞാൻ ഇന്ന് നിങ്ങളുടെ തലമുറയുടെ പ്രശ്നം മാറുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങളുടെ തലമുറകളുടെ പഠനം ശരിയാകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, അവർക്ക് ജോലി കിട്ടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നിലനിൽക്കുന്ന ഡിവൈൻ ബ്ലെസ്സിങ്ങുകളും ഈ ഭൂമിയിൽ ആവശ്യമായ പുഷ്ടിയുള്ളതും ദൈവാത്മാവ് ശക്തിയോടെ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ തുറക്കാൻ ഒരൊറ്റ മിനിറ്റ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ ബ്ലസ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ മോൻ ജോസഫിനെയും മക്കൾ ജോഹന്നെ ജൂനിറ്റിയെ ബ്ലസ് ചെയ്യാൻ പോവുകയാണ്. ഷാദൽ കടക കർത്താവേ, ഞാൻ ഞങ്ങളുടെ തലമുറകളെ ബ്ലസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ തലമുറകൾ അവർ രാജകീയ സ്വാദുഭോജനം നൽകുന്നവരാകട്ടെ. അവർ പുഷ്ടിയുള്ള ആഹാരം ഭക്ഷിക്കട്ടെ. അവർ ദൈവരാജ്യ കിങ്ഡം വിലങ്ങൾ ഉപയോഗിക്കുന്നവരായി മാറട്ടെ. അവർ രാജ്യങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കും അവർ അനുഗ്രഹമായി മാറട്ടെ. അവർ ബ്ലസ്സഡായി മാറട്ടെ. ഷാദൽ കടകന അന്തൽ കടകത്തിന് കിടക്കുന്നത്. അവരുടെ ആരോഗ്യം ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു, അവരുടെ വളർച്ചയെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു, അവരുടെ പഠനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഷാമ്പൽ കടകതിരിക തന്നെ കടകതിന സ്പിരിച്വൽ ഫാദർ എന്ന നിലയിൽ, ഒരു ആത്മീക പിതാവ് എന്ന നിലയിൽ ഞാൻ നിങ്ങളെ മുഴുവൻ ഇന്ന് രാവിലെ ബ്ലസ് ചെയ്യുകയാണ്. ശാപരാതിരാധനാദന പ്രൗഷമന ഘടകതിന സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായ സ്തോത്രം. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനം അനുഗ്രഹമായി മാറട്ടെ, ഈ കുടുംബങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, ഈ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടു വരട്ടെ. കർത്താവ് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേലും, ഓരോ കുടുംബങ്ങളുടെ മേലും ഈ ഡിവൈൻ ബ്ലെസ്സിങ്ങിന്റെ റീലങ്ങൾ പരിശുദ്ധാത്മാവേ അങ്ങ് ആഴമായി തുറക്കേണ്ടവന്, ഈ തലമുറകളുടെ മുഴുവൻ, ഈ കുടുംബങ്ങളുടെ മുഴുവൻ ഡെസ്റ്റിനി തിരിയേണ്ടവനായി ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ അധികാരത്തിൽ നിന്നുകൊണ്ട്, ഡിവൈൻ ഓഫീസിൽ നിന്നുകൊണ്ട് ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുകയാണ്. ഇവരെ ആഹാരം പുഷ്ടിയുള്ളതാണല്ലോ. പുതിയ നിയമ സത്യങ്ങൾ കർത്താവെ ആവലോടെ ഭക്ഷിക്കുവാൻ ലോകത്തിന്റെ പല രാജ്യത്തു നിന്ന് സമയഭേദമന്യേ കർത്താവെ അർദ്ധരാത്രിയിലും കൊച്ചു വെളുപ്പങ്കാലത്തും ഒക്കെ അങ്ങനെ മക്കൾ വിശപ്പോടെ കയറിയിരുന്ന് പഠിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണ്? രാജകീയമായത് കൊട്ടാരങ്ങളെ തൊടുന്നു. ഇവരിൽ നിന്ന് തുറന്നു വരുവാൻ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുകയാണ്, ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്. ഇവർ അനുഗ്രഹമായി മാറട്ടെ. കുടുംബങ്ങളുടെ ഡെസ്റ്റിനികൾ തിരിയട്ടെ, തലമുറകളുടെ ഡെസ്റ്റിനികൾ തിരിയട്ടെ. അത് എല്ലാവിധത്തിലും ബ്ലെസ്സിങ്ങിന്റെ ഡോറുകളായി വെളിപ്പെട്ടു വരുവാൻ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ
ഇവർ തൊടുന്നത് മുഴുവൻ അനുഗ്രഹമായി വരട്ടെ. ആരെ കണ്ടാലും അനുഗ്രഹം കണ്ടേ. ആഴങ്ങൾ തുറന്നു വരട്ടെ. സിയോനിൽ നിന്ന് യഹോവയുടെ നന്മ ഇവരുടെ മേൽ ജ്വലിച്ചിറങ്ങി വരട്ടെ. ഇവരുടെ തലമുറകൾ ആയുഷ്കാലം മുഴുവൻ ദൈവത്തിന്റെ നന്മ കാണട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം. ഈ ലിങ്കുകൾ ഇതിനകത്ത് നമ്മുടെ ബൈബിൾ കോളേജ് ഗ്രൂപ്പിൽ ആഡ് ആകാത്തവർക്ക് അതിനകത്ത് ആഡ് ആകാൻ കേട്ടോ. അതിനകത്ത് ഫീസൊന്നുമില്ല, സൗജന്യമാണ്. നമ്മൾ പുതിയ നിയമ സത്യം നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം റെക്കോർഡിങ് അതിനകത്ത് കിട്ടും. മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുവാനും നിങ്ങൾക്കിത് വീണ്ടും ഒരു ഭാഷയോടെ കേൾക്കാനൊക്കെ ബൈബിൾ കോളേജിൻ്റെ ഗ്രൂപ്പിനകത്ത് ആഡ് ആകുന്നത് നല്ലതാണ്. മറ്റൊരു ഇത് ഞാൻ അതിനകത്ത് അനുവദിക്കാറില്ല. ആരെങ്കിലും ക്ലിപ്പ് അതിനകത്ത് വന്നാൽ ഉടൻ എന്നോട് പറയാതെ ഇട്ട് ഞാൻ ഉടനെ ഡിലീറ്റ് ചെയ്യാൻ. കാരണം അതിങ്ങനെ ഒരാൾ ഇടാൻ തുടങ്ങി എല്ലാം ഇടും. അല്ലാതെ നമ്മൾ ഷാലോമിൻ്റെ മാത്രമായതുകൊണ്ട് മറ്റൊന്നും ഇടരുതെന്ന് പറഞ്ഞതല്ല. കണ്ടമാനം മെസ്സേജുകൾ വരുന്നതുകൊണ്ട് ആളുകൾക്കത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇവിടുത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ മാത്രം. അതങ്ങനെ നിങ്ങൾ വേറെ ചിന്തിക്കരുത്, പക്ഷപാതമാണെന്ന് ചിന്തിക്കരുത്. പാസ്റ്റർ മറ്റൊന്നും അനുവദിക്കുന്നില്ലല്ലോ ഇതങ്ങനെ. ഞാൻ ഒരാളെ അങ്ങോട്ട് വിളിക്കാറില്ല, ഒരൊറ്റയാളെ ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല. എന്നെ ഇങ്ങോട്ട് അപൂർവ സന്ദർഭങ്ങളിൽ വിളിച്ചിട്ടുണ്ട്, അപൂർവ സന്ദർഭങ്ങളിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. അത് മറ്റെന്തെങ്കിലും ഒരു കാര്യം പറയാനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇതിൻ്റെ ബൈബിൾ കോളേജിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. ഞാൻ ആശീർവാദത്തോടെ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന ആവശ്യം കൂടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് നമ്മൾ ഓരോരുത്തരോട് ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഷലോം.